കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, നമ്മളേവരും ബഹുമാനിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഞാൻ കേട്ട വാക്കുകൾ, അദ്ദേഹം ആരംഭിച്ച വാക്കുകൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ കൊള്ള അവിടെ നടന്നത് എന്നാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഏത് തലത്തിലുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്ത് തന്നെയായിരുന്നു എന്നിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് വിയറ്റ്നാം കോളനി സിനിമയിലെ ശങ്കരാടിയുടെ കഥാപാത്രത്തെയാണ്. കൈ ചൂണ്ടിക്കൊണ്ട് ആ രേഖ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി രേഖയെക്കുറിച്ച്, ഈ ശിലാപാളി എടുത്ത് വിറ്റ മുതലാളിയെക്കുറിച്ചൊക്കെ പറയുന്നത്. എനിക്ക് ആളിനെ അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം, ഞാനത് പറയേണ്ട സമയത്ത് പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് വിനയാന്വിതനായി കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹം ഈ സസ്പെൻസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാതെ വളരെ പെട്ടെന്ന് ഇത് പൊളിക്കണം. അത് വഴിയേ അറിഞ്ഞോളൂ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മറ്റൊരു സിനിമയാണ് ഓർമ്മ വരുന്നത്. അത് ഈ അപ്പുക്കുട്ടൻ, നമ്മുടെ ഇൻഹരികർ വീട്ടിൽ അപ്പുക്കുട്ടൻ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഒരു അമ്മാവനെ ഇടിച്ച് അമ്മാവൻ നിലത്ത് വീഴും. ഉടനെ അപ്പുക്കുട്ടൻ എണീറ്റിട്ട് പറയും, ഞാൻ മാത്രമല്ല ഇതേ അവരുമുണ്ട് എന്ന്. അപ്പോൾ മുകേഷും സിദ്ദിഖും ഒക്കെ പുറത്തേക്ക് വരും. അതുപോലെയാണ് ആദ്യം മുരാരി ബാബു പോയി ഇടിക്കുന്നു. അപ്പോൾ മുരാരി ബാബു പറയുന്നത്, അയ്യോ ഞാൻ മാത്രമല്ല വാസു അണ്ണനുമുണ്ട്, വാസു സാറെന്നാണ് എൻ്റെ സ്നേഹിതൻ പറഞ്ഞത്, പക്ഷേ വാസു അണ്ണനുമുണ്ട്. ഉടനെ വാസു അണ്ണനെ ഇടിക്കും. അപ്പോൾ വാസു അണ്ണൻ പറയും, ഞാൻ മാത്രമല്ല ഇത് പന്മേട്ടനുമുണ്ട്. ഇനി പന്മേട്ടൻ പറയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഞാൻ മാത്രമല്ല കടകംപള്ളിയുടെ ഓഫീസുമുണ്ട്, ഞാൻ മാത്രമല്ല ദൈവസമാനനായ ഒരാളുമുണ്ട്. അതല്ല ഉദ്ദേശം. ഇനി ആ ദൈവസമാനൻ ആരാണ് എന്ന് ചോദിച്ചാൽ, കേരള രാഷ്ട്രീയത്തിൽ അടുത്തിടയ്ക്ക് CPM തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ദൈവം, അത് അരിദൈവമാവട്ടെ, തിരുവാതിരയിലെ ദൈവമാവട്ടെ, അല്ലെങ്കിൽ കിറ്റ് ദൈവമാവട്ടെ, കോവിഡ് ദൈവമാവട്ടെ, എന്തൊക്കെയാണ് CPM രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ദൈവം അത് പിണറായി വിജയനാണ്. ഇനി അത് അങ്ങനെയല്ല എന്ന് പത്മകുമാർ പറഞ്ഞാൽ ആ പേരിൽ പത്മകുമാറിനെ ചിലപ്പോൾ പാർട്ടി തള്ളിക്കളയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ശ്രീ ഹാഷ്മി, ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.